വരുന്നത്. ശരി, ശ്രീ കെ വി തോമസ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് 1958 ഇത്തരമൊരു പദവി ലഭിച്ചതിന് ശേഷം എന്തായിരുന്നു പാകിസ്ഥാന്റെ ചരിത്രമെന്ന്. പക്ഷേ ഈ വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്തടക്കം പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ഒരു ഭിന്നതയുണ്ടായിരുന്നു എന്ന് വിലയിരുത്തുമ്പോൾ തീർച്ചയായും അവിടെ അസീം മുനീർ മേധാവി തന്നെയാണ്. പക്ഷേ അസീം മുനീറിനെ അനുസരിക്കാൻ ഒരു വിഭാഗം സൈനികർ തയ്യാറാകുന്നില്ല. ഷംഷദ് മിർസയെയാണ് അവർ പിന്തുണയ്ക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അതൊക്കെ വാർത്താ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ശ്രീ ഷിനാസ് സൂചിപ്പിച്ചതുപോലെ ഒരു മത മൗലികവാദിയുടെ സ്വഭാവത്തിൽ സംസാരിക്കുന്ന അസീം മുനീറിനെതിരായ വികാരം കൂടി ആ സേനയിലുണ്ട് എന്ന് പറയുമ്പോൾ 58 വളരെ പെട്ടെന്ന് ഒരു സൈനിക അട്ടിമറിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈനികമായ ഒരു കൃത്യമായ പിന്തുണ അസീം മുനീറിന് ലഭിക്കാൻ സാധ്യതയുണ്ടോ? സൈന്യം തന്നെ രണ്ടായി തിരിഞ്ഞു നിന്നാൽ, ഭിന്നിച്ചു നിന്നാൽ അത് സാധ്യമാകുമോ? കാര്യം പാകിസ്ഥാൻ ഭരണകൂടം എന്നത് എപ്പോഴും ദുർബലമാണ് എങ്കിൽ പോലും. കെ വി തോമസ്. താങ്ക് യു മിസ്റ്റർ അഭിലാഷ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പ്രൊഫസർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് തന്നെ 1-2 കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി പറയാനുള്ളത് 1958 സ്വയം അധികാരം പിടിച്ചെടുത്ത അയൂബ് ഖാൻ എന്നാണ് ഒരു ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് സ്വയം പ്രഖ്യാപിക്കുന്നത് എന്നത് ഒരു പക്ഷേ 1965 ഇന്ത്യയുമായി നേരിട്ട ഒരു സംഘർഷത്തിന് ശേഷം പാകിസ്ഥാന് തിരിച്ചടി ലഭിക്കുകയും ആ തിരിച്ചടിയിൽ നിന്നും വിമോചനം നേടാൻ വേണ്ടി പാക് ജനതയുടെ വിശ്വാസം വീണ്ടും ആർജിക്കുവാൻ വേണ്ടി അയൂബ് ഖാൻ ഫീൽഡ് മാർഷലായി സ്വയം പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം പാകിസ്ഥാന് നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി അതിൻ്റെ ചുക്കാൻ പിടിച്ച ജനറൽ അസീം മുനീർ സ്വയം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ന് അധികാരത്തിലിരിക്കുന്ന സബാഷ് ഷെറീഫിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഒരു ഫീൽഡ് മാർഷലായി അവതരിച്ചിരിക്കുകയാണ്. അതെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1958 അല്ലെങ്കിൽ 65 കാലഘട്ടത്തിൽ അയൂബ് ഖാനും അതിനുശേഷം സിയാഉൽ ഹക്കും പാകിസ്ഥാനിൻ്റെ അധികാര ശ്രേണിയിൽ എത്തിയിരുന്ന ഒരു കാലത്തെ ഒരു സൈനിക സംവിധാനമല്ല ഇന്ന് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അസീം മുനീർ മതമൗലവാദികളുടെ സഹായത്തോടുകൂടി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് ശ്രമം നടത്തുന്ന ഒരു ശ്രമത്തിൽ പാകിസ്ഥാൻ ആർമിയിലെ താഴെക്കിടയിലും അല്ലെങ്കിൽ മധ്യശ്രേണിയിലുമുള്ള ഒരു പറ്റം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈനികർ അസ്വസ്ഥരാണ്. അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായത് 2021-22 കാലഘട്ടത്തിൽ കോർട്ട് മാർഷലിന് വിധേയമാക്കിയ ലഫ്റ്റനന്റ് ജനറൽ ഫയീസ് ഹമീദിൻ്റെ ചരിത്രം. പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസിൻ്റെ മേധാവിയായി 2017 ശേഷം 2021 കാലഘട്ടം വരെ അതിൻ്റെ എല്ലാ അധികാരങ്ങളും നേടിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രതിമ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പില്ലറായി ശോഭിച്ചിരുന്ന ഫയാസ് ഹമീദിനെ കോർട്ട് മാർഷലിന് വിധേയമാക്കി. എന്താണ് ഫയാസ് ഹമീദിനെതിരായിട്ടുള്ള ചാർജുകൾ? ഒരുപക്ഷെ അസീം മുനീറും ഭരണാധികാരികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചാർജുകൾക്കുപരിയായി തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അന്തർധാരകൾ, അതിനുള്ളിൽ നിന്ന് നിലനിൽക്കുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹമീദിൻ്റെ കോർട്ട് മാർഷൽ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ISIക്കെതിരായിട്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ISIയുടെ അധികാര ശ്രേണിയിൽ ഇരുന്ന ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായി നടക്കുന്ന ഏറ്റവും ആദ്യത്വമായ ഈ സംഭവമാണ് ലഫ്റ്റനന്റ് ജനറൽ ഫയീസ് ഹമീദിൻ്റെ കോർട്ട് മാർഷൽ. ISIയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിനും പാകിസ്ഥാനിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കാലാകാലമായിട്ടുള്ള അതിൻ്റെ ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്നുകൂടി നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതാണ്. പാകിസ്ഥാനിൻ്റെ പ്രതിപക്ഷ കക്ഷിയായ പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫ് പാർട്ടി, ഇമ്രാൻഖാന്റെ പാർട്ടി സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നല്ല ബന്ധങ്ങൾ സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുറിയേറിപ്പാറ്റ BM കുട്ടി എന്നറിയപ്പെടുന്ന ബിയാത്തുൾ മൊഹീദ്ദീൻ കുട്ടിയുടെ
ചില വെളിപ്പെടുത്തലുകളാണ്. 1947 ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിന്റെ ഒരു അനിഷേധ്യ ഘടകമായി മാറുകയും ചെയ്ത ബി എം കുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ ഇവിടെ പ്രസക്തമാണ്. ബി എം കുട്ടി എന്താണ് പറയുന്നത്? പാകിസ്ഥാനിലെ സുൽഫിക്കർ അലി ഭൂട്ടോയും ബനാസിർ ഭൂട്ടോയുടെ കാലത്തും പാകിസ്ഥാൻ മുസ്ലിം ലീഗും അല്ലെങ്കിൽ പാകിസ്ഥാൻ നവാബി പാർട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്ന ബി എം കുട്ടി പറയുന്നത് ഒരു ഭരണാധികാരിക്കും സൈനിക സഹായം ഇല്ലാതെ പാകിസ്ഥാനിൽ ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു തരുണത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നിന്നും കനത്ത പ്രഹരം ലഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ കനത്ത പ്രഹരമേറ്റ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ന് ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ചഞ്ചലചലിതരായി അന്തർദേശീയ തലത്തിലും ആഭ്യന്തരവുമായി പ്രശ്നങ്ങളുടെ ഉൾക്കിടലിൽ അതിന്റെ ഒരു ഉൾച്ചുഴിയിൽപ്പെട്ട് വലയുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന വിഫലമായ ഒരു ചില ശ്രമങ്ങളാണ് ഇന്ന് ഫീൽഡ് മാർഷലായി അവരോധിക്കപ്പെട്ടിട്ടുള്ള അസീം മുനവറിന്റെ കഥ. ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ തന്നെ കാലാകാലങ്ങളിൽ പാകിസ്ഥാൻ ആഭ്യന്തരപരമായി നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടി ആ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി അതിന്റെ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ഇന്ത്യക്കെതിരായി നടത്തുന്ന ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അതൊരു മോണോലിത്തിക് അല്ലെങ്കിൽ വളരെ ഐക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സൈനിക സംവിധാനമല്ല ഇന്ന് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചയുടെ വിഷയമായത് തന്നെ ഒരു അട്ടിമറിയിലേക്ക് അത് വഴി തെളിക്കുമോ എന്നുള്ള വളരെ സംക്ഷിപ്തമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിന് ആന്തരികമായും ആഭ്യന്തരമായും നിരവധി പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പക്തൂണിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയിൽ നിന്ന് നേരിട്ട ഓപ്പറേഷൻ സിന്ദൂരിന്റെ ശക്തമായ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ ജനതയുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി നടത്തുന്ന ചില നാടകീയമായ പ്രവർത്തനങ്ങളായി മാത്രമാണ് ഇതിന് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. അതാണ് ബ്രിഗേഡിയർ വേണു നായർ